ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പം നിങ്ങൾക്കറിയാവുന്നതിൻ്റെ കൂട്ട് നമ്മൾ 1K ഫോളോവേഴ്സൊക്കെ കഴിഞ്ഞു അപ്പം കുറേ നാളായിട്ട് എൻ്റെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ലൈക്ക് ഒരു Q&A ചെയ്യാവോ, ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, Q&A ചെയ്യാവോ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം മോസ്റ്റ് ഓഫ് ദ എൻ്റെ ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വന്നിട്ടാണ് ഇവരെൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്താണെങ്കിലും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ വന്നൊരു കമൻറ്റായിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഞാനൊരു Q&A ചോദിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ മറുപടി കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ അവിടെ കൊടുക്കാനുള്ളതൊക്കെ അവിടെ കൊടുത്തു. അപ്പം ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഞാൻ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള ഉത്തരവായിരിക്കും ഇവിടെ. അപ്പം മോസ്റ്റ് ഓഫ് എല്ലാവർക്കും എന്നെപ്പറ്റി അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ആ ക്വസ്റ്റ്യൻസൊക്കെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റെപ്പറ്റേഷനായിട്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. പേരെന്താ, അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു കോമൺ ക്വസ്റ്റ്യൻസ് കുറയില്ല, അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചിലരുടെയൊക്കെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. അപ്പം ചിലരുടെയൊക്കെ പേര് പറയാം, ചിലരുടെയൊക്കെ പേര് പറയുന്നില്ല. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ എന്നെപ്പറ്റി ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് ഗായത്രി എന്നാണ്. കൂടെ കിടക്കുന്ന കല്ലുവിള എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം കല്ലുവിള എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടു പേരാണ്. എൻ്റെ ഹൗസ് നെയിമാണ് കല്ലുവിള. അപ്പം എൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറഞ്ഞാൽ ഗായത്രി KS ആണ്. അപ്പം K എന്ന് പറഞ്ഞാൽ കല്ലുവിള, S എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേര് ഷാജി. അപ്പം പേരിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടി ഞാൻ കല്ലുവിള കൂടെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ഗായത്രി KS എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ വീട് പുനലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലുള്ള കുന്നിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പം ഓക്കെ, ഇതൊക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, കുഞ്ഞ്. അപ്പം ചേച്ചി മാരീഡാണ്, ചേട്ടൻ ദുബായിലാണ്, ഒരു കുഞ്ഞുണ്ട്, നിധിക്കുട്ടി. എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ആളെ അറിയായിരിക്കും. അവളുടെ യഥാർത്ഥ പേര് ഹൃദ്വിക S രാഹുൽ എന്നാണ്. അവൾ ഇനി 2nd സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ് അംബീഷൻ? ഓക്കെ, എൻ്റെ അംബീഷൻ, ഞാൻ കുറച്ച് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ കരിയർ ഒരു സൈഡിലൂടെ എനിക്ക് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മേഖലയാണ് ലൈക്ക് ഈ കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് വ്ളോഗിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഓർമ്മ തൊട്ട് ഫോൺ, നമ്മുടെ ചെറിയ കീപാഡ് ഫോണില്ലേ, അപ്പോൾ അന്നേ ഞാനിങ്ങനെ നമ്മുടെ ആ ക്യാമറ തിരിച്ചൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ്. കരിയർ വൈസായിട്ട് ഞാനൊരു ഡേറ്റ അനാലിറ്റിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, സീക്രട്ട് ഓഫ് സ്പ്രെഡിങ് ഹാപ്പിനെസ്. ഓക്കെ, സീക്രട്ട് ഓഫ് സ്പ്രെഡിങ് ഹാപ്പിനെസ്, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വളരെ കുറച്ച് പേരേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കണം, ഭയങ്കര കംഫർട്ടായിരിക്കണം എന്നൊക്കെയുള്ളൊരു വാശിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് എനിക്കിനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്തൊരാൾ വന്നിരുന്നാൽ അയാൾ ചിരിച്ചിട്ടേ എഴുന്നേറ്റ് പോകുള്ളൂ. അത് ഭയങ്കര ഗ്യാരണ്ടിയാണ്. എന്നുവെച്ചാൽ അയാൾ തിരിച്ച് ആ ഒരു വൈബ് തരുവാണെങ്കിൽ മാത്രം, അല്ലാതെ വലിച്ചു കയറി സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ബട്ട് യാ, അപ്പം അതാണ് അങ്ങനെ ഒരു സീക്രട്ട് ഒന്നുമില്ല. പണ്ട് തൊട്ടേ ഞാൻ അത്യാവശ്യം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. സംസാരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. വെറുതെ സംസാരിക്കുക എന്നുള്ളതല്ല, ഭയങ്കര കഥകൾ സംസാരിക്കുക, കുട്ടി കഥകൾ പറയുക, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സംസാരിക്കാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും, ചിലർക്ക് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ചിലപ്പോൾ എന്നെ പിടിക്കില്ല. ലൈക്ക് അവർ പറഞ്ഞേക്കാം, ഓ യു ആർ സോ ടോക്കറ്റീവ്. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. ഞാൻ എന്നോട് സംസാരിക്കണം എന്ന് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ബുക്ക് ഫോളോവർ ആണോ എന്ന് എനിക്കറിയില്ല. സോ ഡു യു ഹാവ് എ റിലേഷൻഷിപ്പ്? ഓക്കെ, ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഓക്കെ, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഞാൻ റിലേഷൻഷിപ്പിലല്ല. അതൊരു മോശം കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കറൻ്റ്ലി I don't have any boyfriend, so I am not in a relationship. അപ്പം അങ്ങനെ എനിക്ക് ഒരു റിലേഷൻഷിപ്പിലാവുന്നതിനെക്കാട്ടിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഐ ആം ഫോക്കസിങ് ഓൺ ദാറ്റ്. അപ്പം അതാണ്. ഓക്കെ, അംബീഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ആക്ടിങ്, സിനിമയിൽ വിളിച്ചാൽ പോവോ? ഓഫ് കോഴ്സ്, എനിക്ക് ഇഷ്ടമാണ് ആക്ട് ചെയ്യാൻ. പക്ഷേ ഞാൻ അതിന് കേപ്പബിൾ ആണോ എന്നുള്ളത് ലെറ്റ് സീ. ഞാൻ അഭിനയിച്ച് നോക്കിയാലല്ലേ എനിക്കറിയുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് റീൽസ് ചെയ്യുന്നതിൻ്റെ അല്ലല്ലോ. അപ്പം യാ, ഐ വിഷ്, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര വയസ്സുണ്ട്? ഓക്കെ, ആസ് ഫോർ മെയ്
ഞാൻ മെയ് 5th 2000 എനിക്ക് 25 വയസ്സായി. അപ്പം നിങ്ങൾക്ക് തോന്നിയേക്കോ 25 വയസ്സോ? ഓക്കെ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ആരും കണ്ടാൽ പറയില്ല 25 വയസ്സുണ്ടെന്ന്. ഓക്കെ, അത് ഞാൻ തന്നെ പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് ഐ ലുക്ക് യങ്ങർ എന്നുള്ള കാര്യം. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചു +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വന്നിട്ട് ലൈൻ ഉണ്ടോ, റിലേഷൻഷിപ്പിലായാലോ എന്നൊക്കെ ചോദിക്കും. അതൊരു പ്രശ്നമാണ്. ഫ്യൂച്ചർ ഹസ്ബൻഡിൽ വേണ്ട ക്വാളിറ്റീസ്. ഓക്കെ, ഫ്യൂച്ചർ ഹസ്ബൻഡിൽ വേണ്ട ക്വാളിറ്റീസ്. ഞാൻ അങ്ങനെ എന്താ പറയുന്നത്, ഓക്കെ ഇന്ന ക്വാളിറ്റികളുള്ള ഒരാൾ വന്നാലേ ഞാൻ പ്രേമിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ലൈഫിൽ നടക്കാറുള്ളൂ. അപ്പോൾ പ്രേമം അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് അത് ഒരു ആ ടൈം ആകുമ്പോൾ നടക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, ഓഫ് കോഴ്സ് എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കി സംസാരിക്കുന്നവരെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളായിരിക്കണം. കാരണം ഞാൻ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഞാൻ എൻ്റെ 100% കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും തന്നെ തിരിച്ച് എനിക്ക് എഫേർട്ട് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങളിൽ അഭിപ്രായങ്ങളാവാം, പക്ഷെ നീ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാണ് മെയിൻ കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ നീ ഇന്ന ഡ്രസ്സ് ഇടണം, നീ ഇങ്ങനെ മുടി വെട്ടണം, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, നീ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഇപ്പോൾ പിന്നെ ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ്. അപ്പം അതിന് ഭയങ്കര ഡെക്കറേഷൻസ് ഒന്നുമില്ല, അതിനൊരു എന്താ പറയുന്ന ഒരു ബെഞ്ച് മാർക്കോ അത് ഇത്രയൊക്കെ ആയാലല്ലേ പ്രശ്നമുള്ളൂ, അങ്ങനൊന്നുമില്ല. ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ്. അപ്പം ഞാനുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം. പിന്നെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് മെയിൻലി പറയാനുള്ളത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി നമ്മളൊരാളെ സ്നേഹിക്കാൻ നിൽക്കരുത്. അപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടിട്ടുള്ളതെന്നൊക്കെ തോന്നും, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി ഒരാളെ സ്നേഹിക്കുക ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അഞ്ജലി. ഓക്കെ, you are very kind, you are very kind, I owe you a lot, you helped me a lot of times when I needed help. Okay, അഞ്ജലി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. അപ്പം അഞ്ജലി ചിന്തിക്കുന്നതിനോട്ട് ഞാൻ അത്ര വലിയ കൈൻഡ് വ്യക്തിയൊന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു നന്മയുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ എന്താ അത്രയും വലിയ വില്ലത്തിയാണോ, ഞാൻ കൈൻഡ് അല്ല എന്ന് പറഞ്ഞ്. എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവരെ പഴയ പോലെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണുന്ന ലോലഹൃദയരായിട്ടുള്ള ആൾക്കാരൊക്കെ കാണും, പക്ഷെ എന്നെക്കൊണ്ട് അതിന് സാധിക്കാറില്ല. അത് ഒരു ഫേക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്നെക്കൊണ്ട് അതിന് പറ്റാറില്ല. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരാളെ എനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഖത്തത് കാണിക്കും. എനിക്ക് എൻ്റെ മുഖത്തത് ഓട്ടോമാറ്റിക്കലി എനിക്ക് വരും. അപ്പം ഞാൻ അത്രയങ്ങ് ഒരു പാവം കുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയാറുണ്ട്. പിന്നെ അഞ്ജലി പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില സ്റ്റാറ്റസുകളൊക്കെ കാണുമ്പോൾ അവർ ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഞ്ജലി അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നത് ഐ എം വെരി താങ്ക്ഫുൾ. മിനിമൽ ആണോ ട്രഡീഷണൽ ആണോ കല്യാണം? മിനിമൽ ആണോ ട്രഡീഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ആസ് ഫോർ നൗ ഐ വാണ്ട് എ ട്രഡീഷണൽ വെഡിങ്. ഒരു ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നുമല്ല, ബട്ട് എനിക്ക് കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയട്ടെ. എനിക്ക് കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ട്രഡീഷണൽ വെഡ്ഡിങ് ആണെന്നാണ്. അപ്പം മിനിമൽ വെഡ്ഡിങ് എനിക്ക് അതെൻ്റെ ഇഷ്ടമല്ലേ. അപ്പം എനിക്കങ്ങനെ ഒരു ട്രഡീഷണൽ വെഡ്ഡിങ് വേണമെന്നാണ്. നല്ല സാരിയൊക്കെ കൊടുത്ത് ഇഷ്ടംപോലെ മുല്ലപ്പൂവ് വെച്ച് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വേണം എന്നുള്ളൊരു ഇതുള്ള ഒരാളാണ് ഞാൻ. ക്വസ്റ്റ്യൻ, ഗിരീഷ് സോമൻ, ആർ യു ബംഗാളി? ഞാൻ ബംഗാളിയല്ല, ഞാൻ പ്യുവർ മലയാളിയാണ്. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇന്ത്യൻ എസ്തെറ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ലൈക്ക് നമ്മുടെ അൾട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. മുല്ലപ്പൂവ്, സാരി. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദ പിക്സും ഒബിയസ്ലി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കാം സോ ഐ എം എ ബംഗാളി. പക്ഷെ ഐ എം നോട്ട് ബംഗാളി, ഐ എം എ മലയാളി. എനിക്ക് ഒരു റൂട്ടും ഇല്ല ബംഗാളുമായിട്ട്. അപ്പം ഞാൻ ചിരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഐ നോ യു ആർ എ ബംഗാളി. അപ്പം ഞാൻ ബംഗാളി അല്ല. എനിക്ക് ഇന്ത്യൻ എസ്തെറ്റിക്സ് എല്ലാം ഓൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ബംഗാളി സ്റ്റൈലിലൊക്കെ ചിലപ്പം ഒരുങ്ങിയൊക്കെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംശയം വന്നത്. ഞാൻ ബംഗാളി അല്ല. ഓക്കെ, ഹംദാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, മാരേജ് കഴിഞ്ഞോ? നോ, ഐ ആം നോട്ട് മാരീഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലിട്ടൊക്കെ വേണമെങ്കിലും ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു ഞാൻ കല്യാണം കഴിച്ചതാണോ, എൻ്റെ കുട്ടിയുടെ കൊണ്ടാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതല്ല, സ്റ്റിൽ സിംഗിൾ. ഓക്കെ, അപ്പം ലിജേഷ് മഹേഷ്,
പ്ലേസ് എവിടെ? ഓക്കെ, എൻ്റെ പ്ലേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പുനലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലുള്ള കുന്നിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ വീട്. പുനലൂരിൽ നിന്ന് വരുമ്പം കൊട്ടാരക്കര റൂട്ടും കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പുനലൂരോട്ടുള്ള വഴിയിലാണ് എൻ്റെ വീട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീകാന്ത്, താൻ സ്റ്റുഡൻ്റ് ആണോ? ഞാൻ സ്റ്റുഡൻ്റ് അല്ല. എൻ്റെ അടുത്ത് എനിക്ക് ഇത് പറയുമ്പം ലൈക്ക് ആരെങ്കിലുമൊക്കെ വിചാരിച്ചേക്കാം ലൈക്ക് ഐ ആം ബോസ്റ്റിംഗ് മൈ സെൽഫ് ലൈക്ക് അങ്ങനെയൊക്കെ തോന്നിയേക്കാം. ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഓ യു ലുക്ക് ലൈക്ക് എ +2 സ്റ്റുഡൻറ്റ്. അപ്പം ഒരു 18 വയസ്സൊക്കെ കൂടി പോയാൽ കണ്ടാൽ പറയുള്ളൂ. അത് എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് കിട്ടുന്ന ഒരു കോംപ്ലിമെൻ്റ് ആണ്. ഐ ആം ഹാപ്പി ദാറ്റ് ചില സമയത്ത് എനിക്കത് അങ്ങോട്ട് ഇതാവാറില്ലെങ്കിലും ഐ എം ഹാപ്പി. ലൈക്ക് എന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യാറുള്ളത്. ആൻഡ് മൈ ക്യാരക്ടർ ഇസ് ദ സെയിം. അപ്പം താൻ സ്റ്റുഡൻ്റ് ആണോ? ഞാൻ സ്റ്റുഡൻ്റ് അല്ല, ഞാൻ +2 അല്ല പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാൻ സ്റ്റുഡൻ്റ് അല്ല കേട്ടോ. ഓക്കെ, അടുത്തത് വൈശാഖ്, പ്രത്യേക ലുക്കാണ്, കണ്ണ് അടിപൊളി, താങ്ക് യു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്കിതൊക്കെ കേൾക്കുമ്പം ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ കേട്ടോ. അപ്പോൾ ഐ എം വെരി ഹാപ്പി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഐ എം വെരി ഹാപ്പി. എനിക്ക് ഇങ്ങനെയുള്ള കോംപ്ലിമെൻറ്റ്സ് ഒക്കെ എന്നെ പറ്റി പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമല്ലാത്ത പെൺകുട്ടികളുണ്ടോ? ഇല്ല. അപ്പം കണ്ണ് കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ, മൈ ഫേവറേറ്റ് ഫീച്ചർ ഓഫ് മൈ എന്താ പറയുന്നത്, എൻ്റെ ബോഡിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഐ ഒബ്വിയസ്ലി സേ ദാറ്റ് ഇസ് മൈ ഐസ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കണ്ണ്. അത് എൻ്റെ അടുത്ത് എൻ്റെ കണ്ണ് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഗായത്രീൻ്റെ കണ്ണ് കാണാൻ കൊള്ളില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം, ഓ യു ഹാവ് എ വെരി നൈസ് വെരി റൗണ്ട് ഐസ് എന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. സോ അടുത്തത് എന്താ ചോദിച്ചോക്കെ, റിഗ്രറ്റ്, എനി റിഗ്രറ്റ്. ഞാൻ ഇനിയുള്ള എൻ്റെ ലൈഫിലെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു മോട്ടോ. അപ്പം ഞാൻ ഏത് നിമിഷവും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്കിത് ഒരു റിഗ്രറ്റ് വരരുത് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം റിഗ്രറ്റ് ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വെരി പേഴ്സണൽ. അപ്പോൾ എനിക്കത് ആരുടെടുത്തും ഷെയർ ചെയ്യുന്നത് ഇനി ആരാണെങ്കിലും എനിക്കിത് ഇഷ്ടമല്ല. അപ്പം എനിക്ക് റിഗ്രറ്റൊക്കെ ഉണ്ട്. റിഗ്രറ്റ് ഇല്ലാത്ത മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ എങ്ങനെ ജീവിക്കാം, 100% ഒന്നും വർക്കൗട്ട് ആവില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അടുത്തത് ഫാമിലി സപ്പോർട്ട്. ഓക്കെ, ഫാമിലി സപ്പോർട്ട് അബൌട്ട് വാട്ട്? ഞാൻ വീഡിയോസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണോ? ഓക്കെ, എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എന്താ പറയുന്നത് വ്ളോഗിങ്, ഫോട്ടോ. എനിക്ക് തോന്നുന്നില്ല എല്ലാ വീട്ടുകാരും അങ്ങനെയാണെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഒരുങ്ങി നിന്നാൽ എൻ്റെ വീട്ടുകാർ മടുക്കുന്നവരെ ഫോട്ടോ എടുത്ത് തരാറുണ്ട്, വീഡിയോ എടുത്ത് തരാറുണ്ട്. അതിന് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, ഈവൻ നിധി ആയിക്കോട്ടെ. ഞാൻ നിധി എടുത്തു തന്ന ഫോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സമയത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ വ്ളോഗിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്നെ ഒന്ന് ജസ്റ്റ് ബാക്കിൽ എന്നെ ഒന്ന് പുഷ് ചെയ്ത് വിടുന്നത് തന്നെ എൻ്റെ ഫാമിലിയാണ്. സോ അപ്പം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എനിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ റിപ്ലൈ തന്നു കഴിഞ്ഞു. അപ്പം അതൊന്നും ഇവിടെ ഒരു നെസസറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ദാറ്റ് ഇസ് വൈ. അപ്പം അടുത്ത നമ്മളൊരു 10K ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും വേറൊരു Q&A വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒബ്വിയസ്ലി ഞാൻ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.